നമ്മളെ സംരക്ഷിക്കേണ്ടവർ തന്നെ ശത്രുക്കളായി. പാവം ശരവണൻ ഇപ്പൊ അവനെ ചുറ്റി വളഞ്ഞിട്ടുണ്ടാവും. ആ വ്യൂഹം പൊട്ടിച്ചവനെ പുറത്തേക്ക് കൊണ്ടുവരാൻ എന്റെ അറിവിൽ ഒരേ ഒരാൾ മാത്രമേ ഉള്ളൂ. അദ്ദേഹം എപ്പോഴും പറയാറുണ്ട്, നമ്മൾ തോറ്റൂന്ന് മറ്റുള്ളവർ പറയുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മൾ ജയിക്കുന്നതെന്ന്. കൂടെയുള്ള എല്ലാവരും അത് സമ്മതിക്കുമ്പോൾ ഇദ്ദേഹം മാത്രം പറയും, നമ്മൾ തോറ്റൂന്ന് പറയാൻ മറ്റുള്ളവർക്ക് എന്ത് അവകാശമുള്ളത്? നമ്മൾ ജയിക്കുന്നതും തോൽക്കുന്നതും നമ്മുടെ കയ്യിലാണ്. അദ്ദേഹം എന്റെ ഭർത്താവിന്റെ നല്ലൊരു സുഹൃത്താ, എന്റെ അനുജനെ പോലെയാ. ജാനു, ആ ഫോണിങ്ങെടുത്തേ. ഹലോ, ദീപക്, ഉടനെ ഇത് ജനങ്ങളിൽ എത്തിക്കണം. I'll look into it. ഹേയ്, അസുരനെ വധിക്കേണ്ട സമയം വന്നിരിക്കുക. എനിക്കറിയാം, അതിനുവേണ്ടി തന്നെയാ പോകുന്നത്. സാർ, എന്തായി? എന്തായിടോ? ഒരുപാട് നോക്കി കിട്ടിയില്ല സാർ. സാർ, പിടിക്കാവുന്നതേ ഉള്ളൂ. എടോ, മിണ്ടിപ്പോകരുത്. എനിക്കൊന്നും കേൾക്കണ്ട. ഒരു ഡെഡ് ബോഡി കണ്ടുപിടിക്കാൻ പറ്റിയില്ലെങ്കിൽ താനൊക്കെ എന്ത് പോലീസാണോ? നേരത്തെ മാറി കാണും. അവരിവിടെ തന്നെ ഉണ്ടാവും. ഇവിടെ വേറെ എവിടെയും പോകാൻ വഴിയില്ലല്ലോ. മരത്തിന്റെ പിന്നിൽ നോക്ക്. ഇതൊരു വണ്ടി, ഇതൊരു വണ്ടി കിടക്കുന്നുണ്ട്. അതിനകത്ത് കയറി നോക്കാം. വേഗം നോക്കടാ. നേരത്തെ ബോഡിയൊന്നും ഓടി കാണുന്നില്ല. അവിടെ നോക്ക്. ഇവിടെ ഞാൻ നോക്കണം. ഇറങ്ങ. പോയി തെരയ. ഹലോ ശരവണൻ, 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 can you hear me? ഹലോ, ശരവണ, talk to me. ഓടിച്ചതല്ലേ? Damn it!
ഹലോ ശരവണ അസിസ്റ്റന്റ് കമ്മീഷണർ സൂര്യനാരായണ. പോലീസോ? ഫോൺ ഡിസ്കണക്ട് ചെയ്യരുത്. നീന പറഞ്ഞിട്ടാ വിളിക്കുന്നത്. നിനക്കിപ്പോ എന്താ പ്രശ്നമെന്ന് നിന്നേക്കാളും എനിക്കറിയാം. ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കണം. അവർക്കിപ്പോ വേണ്ടത് നിന്നെയല്ല, നോട്ട് യു. നിന്റെ കയ്യിലുള്ള ആ ദീപകിന്റെ ഫോൺ. കാരണം ദീപക് അവന്റെ ജീവൻ കൊടുത്ത് എല്ലാ എവിഡൻസും ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അതൊക്കെയാണ് ആ മൊബൈലിലുള്ളത്. അത് ജനങ്ങൾ അറിയേണ്ട സത്യമാണ്. എന്നെ കൊണ്ട് പറ്റില്ല സർ. ഇന്നലെ വരെ ഫ്യൂച്ചറിനെ പറ്റി ചിന്തിക്കാതെ ഫ്രണ്ട്സിനോടൊപ്പം കറങ്ങി നടന്നവനാ നീ. പക്ഷെ ഇന്നോ ഒരു ഭാഗത്ത് ഡെഡ് ബോഡിയും ഒരു ഭാഗത്ത് മരണവും ഫേസ് ചെയ്യേണ്ട സാഹചര്യമാണ്. നിന്നെ കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ സാധിക്കാനുണ്ട്. യെസ്, അതാണ് ദൈവത്തിന്റെ തീരുമാനം. സർ നിങ്ങൾ പറയുന്നതൊക്കെ ശരിയാണ് സർ. പക്ഷെ ഇനി കുറച്ച് സമയത്തിനുള്ളിൽ എന്നെ കൊന്നു കളയും സർ. മരണത്തെ കണ്ട് പേടിക്കുന്നു. മരണത്തെക്കുറിച്ച് നീ ഇതുവരെ ചിന്തിച്ചിട്ടുണ്ടോ? ഒന്നു മാത്രം മനസ്സിലാക്കിക്കോ, 40-45 വയസ്സാവുമ്പോൾ നമ്മളെല്ലാം മരിക്കും. അതിനുശേഷമുള്ള നമ്മുടെ ജീവിതം മുൻകാലങ്ങളിൽ നമ്മൾ ചെയ്ത നന്മതിന്മകളെ ആശ്രയിച്ചിരിക്കും. സ്നേഹം, ദയ ഇതൊന്നുമില്ലാതെ ജീവിക്കാനാകില്ല. നന്മ ചെയ്യാൻ നമുക്ക് അവസരം കിട്ടുമ്പോൾ തീർച്ചയായും ചെയ്യണം. സർ ഡ്രൈവർ ശര സാറേ, ന്യൂസ് ചാനൽ മാർട്ടിൻ ലൈനിലുണ്ട്. നിങ്ങൾ ആ ഫോൺ ട്രാക്ക് ചെയ്യ്. ആ മാർട്ടിൻ പറയൂ. എവിഡൻസ് മാത്രം കിട്ടിയാൽ മതി സാറേ. ടെലികാസ്റ്റ് ചെയ്യാൻ ഞാൻ റെഡിയാ. യാ, താങ്ക് യു മാർട്ടിൻ. എവിഡൻസ് കിട്ടില്ലേ സാറേ? ലെറ്റ്സ് ഹോപ്പ്. പറഞ്ഞോളൂ സർ, ഞാനിപ്പോ എന്താ ചെയ്യേണ്ടത്? വെരി ഗുഡ് ശരവണ. ആ പിന്നെ നീ ഇപ്പൊ വട്ടപ്പാറ ഫോറസ്റ്റ് റേഞ്ചിലാണ് ഉള്ളത്. ദീപകിന്റെ ബോഡി അവിടെ ഇട്ടേക്ക്. നീ റോഡിലൂടെ പോയാൽ നിന്നെ പിടിക്കും. സോ കാട്ടിലൂടെ പൊയ്ക്കോ. സർ ഞാനിപ്പോ അവിടെ തന്നെയാ ഉള്ളത്. സൂപ്പർ. ദാ പിടിക്ക്. സർ, മാർട്ടിനോട് പുറപ്പെടാൻ ഓക്കേ, പറ. സർ. എല്ലാ സ്റ്റേഷനും അലർട്ടായിരിക്കാൻ ശരി, പറ. സർ. സംശയമുള്ളവരെ അറസ്റ്റ് ചെയ്യാൻ പറഞ്ഞേക്കെ. ശരവണ, ഞാൻ പുറപ്പെട്ടു കഴിഞ്ഞു. ഞാൻ ഉടനെ അവിടെ എത്തും. ഒന്നുകൊണ്ടും വിഷമിക്കണ്ട, നിന്റെ കൂടെ ഞാനുണ്ട്. ശരി സർ. കുമാരസ്വാമി, ഞാൻ പറഞ്ഞ കുമാരസ്വാമി. അപ്പൊ ആംബുലൻസ് ഓടിച്ചോണ്ട് പോയതാര്? ആരാ നിങ്ങള്? കുമാരസ്വാമി എന്തായി കാണിക്കുന്നെ? അത് ഞാൻ കോമയിലാ ഉള്ളത്. എന്ത്, ഗോവയിലാണോ? അയ്യോ, ഗോവയിലല്ല, കോമയിലാ ഉള്ളത്. എഴുന്നേക്കാൻ 6 മാസാവും. 6 മാസോ? അപ്പൊ വെയിറ്റ് ചെയ്യാം. വെയിറ്റ് ചെയ്യാന്നോ? ഇതെന്താടോ റേഷൻ കടയാണോ? നീ വാടാ, നിന്നെ വെയിറ്റ് ചെയ്യിപ്പിക്കാം. മനസ്സിലായല്ലോ. ദേ, നല്ല കാലം നിങ്ങൾ കണ്ണു തുറന്നില്ല. അമ്മാര് പോയോ? അപ്പൊ നീ നിന്നെ ഗോവയിൽ അഭിനയിക്കാണോ? ഉണ്ടായിരുന്നോ? അത് ശരി. നിന്നെ പോലെയുള്ള എത്രമാരെ കാണാടാ ഞാൻ. എടാ, ആരാടാ ആംബുലൻസ് വിളിച്ചോണ്ട് പോയത്? പറയടാ. ഇല്ലെങ്കിൽ ഇവിടെ വെച്ച് കൊല്ലുന്ന. ഞാൻ പറയുന്നത് കേൾക്ക്. നീ മിണ്ടരുത്. സത്യമായിട്ടും എന്റെ ആംബുലൻസ് ആരാ കൊണ്ടുപോയെന്ന് അറിയില്ല. വെറുതെ ഞങ്ങളും അത് വിട്ടേക്ക്. അന്വേഷിച്ചോണ്ടിരിക്കുക. സത്യം, പാവം. ഞങ്ങളത് ചെയ്തേ. ഞങ്ങൾക്കൊന്നും അറിയില്ല. എവിടെന്നെങ്കിലും കിട്ടിയാ എന്നെ അറിയിക്കണം. എന്താ നിന്റെ പ്രശ്നം? എന്താണെങ്കിലും അവനോട് തുറന്നു പറ. അവൻ വിചാരിച്ചാൽ നടക്കാത്തതൊന്നുമില്ല. റോഡ് ക്ലിയർ ആവാൻ കുറച്ച് സമയമെടുക്കും. നീ ചെന്ന് അവനെ ഒന്ന് കാണാൻ. ചേട്ടാ 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 പ്ലീസ് ചേട്ടാ, ഞാനും വരട്ടെ ചേട്ടാ. പ്ലീസ് ചേട്ടാ, പ്ലീസ് ചേട്ടാ, ഒരു ലിഫ്റ്റ് ഇതാ ചേട്ടാ. വാ വാ വാ, കേറ് കേറ്. താങ്ക്സ് ചേട്ടാ.
സാർ സാർ പറഞ്ഞ പോലെ ഞാൻ വന്നോണ്ടിരിക്കുകയാണ്. എന്താ ഒന്നും മിണ്ടാതിരിക്കുന്നേ? വല്ല പെണ്ണ് കേസ് മറ്റും ആണോ? മോന്ത കണ്ട് അറിഞ്ഞൂടേട്ടാ ഇത് പ്രേമക്കേസ് തന്നെയാണെന്ന്. ആരാ പ്രശ്നം ഉണ്ടാക്കുന്നത് പറ. കൈയും കാലും തല്ലി ഒടിച്ച് ലോറിയുടെ മുകളിലിട്ടോണ്ട് പോവാ. ഇങ്ങനെയുള്ള ഐഡിയകളൊക്കെ എനിക്കേ കിട്ടൂ, വേറെ ആർക്കും കിട്ടൂല. മോൻ ധൈര്യമായിട്ട് പറ, ഞാൻ നോക്കിക്കോളാം. പറഞ്ഞോന്നേ, ചേട്ടൻ രാവണനെ പോലെയാ, 10 തലയാ. ബുദ്ധിയാണെങ്കിൽ പറയുകയും വേണ്ട, വരാൻ പോകുന്ന കാര്യങ്ങൾ വരെ മുൻകൂട്ടി പറയും അല്ലേട്ടാ. ഇനി എന്ത് വരാനാ? വട്ടപ്പാറ ചെക്ക് പോസ്റ്റ്. നോ നാൻസി, ഞാൻ ഇവിടെ കുറച്ചു നേരം തനിച്ചിരുന്നോട്ടെ. സാർ. എന്താ സുടലേ, എന്ത് പണിയാ താനീ കാണിച്ചേ? ചേച്ചേ, അങ്ങനെയൊന്നുമില്ല സാർ. നിന്നെ മിനിസ്റ്ററാക്കി നിനക്ക് വേണ്ട കമ്മീഷനൊക്കെ കറക്റ്റായി തന്ന് നല്ലപോലെയല്ല ഞാൻ നോക്കിയത്. പിന്നെ എന്ത് പണിയായി കാണിച്ചേ? സാർ, അത് പിന്നെ തന്നെ വെച്ച് ഞാൻ ഒരുപാട് പ്ലാൻ ചെയ്താടോ. നമ്മുടെ ഫൈനൽ മീറ്റിംഗ് വരെ കല്യാണത്തിന് വീഡിയോ എടുക്കുന്ന പോലെയല്ല എടുത്തു വെച്ചിരിക്കുന്നേ. തന്നെ കണ്ടു കഴിഞ്ഞാൽ കല്യാണ ചിരക്കനല്ലെന്ന് പറയുകയില്ല. സാർ, അത് പിന്നെ ആ വീഡിയോ അത് പുറത്തു വന്ന വീഡിയോ പുറത്താകാതെ ഞാൻ നോക്കിക്കോളാം. പക്ഷെ താനല്ലേ കൊച്ചുകുട്ടികളെ പോലെ എല്ലാം കുളമാക്കി നാറ്റിച്ചു വെച്ചത്. എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിക്കണം സാർ, പ്ലീസ്. ഓ, ചെയ്യേണ്ടതൊക്കെ ചെയ്തിട്ട് എന്നോട് രക്ഷിക്കാൻ പറയണോ? സാർ പ്ലീസ്, കേണപേക്ഷിക്കുക. കരയാതടോ, അത്ര കടുപ്പായതുകൊണ്ട് ഞാൻ രക്ഷിക്കാം. ഇനിയും നമുക്ക് ഒരുപാട് ചെയ്യാനുണ്ട്. അതെ സാർ, തെരേസ ഓർഫനേജ് ഓട്ടിസം സെന്റർ 500 കോടി. എല്ലാം താൻ മനസ്സിലാക്കിയല്ലോ. ശരി ശരി, നാൻസിയോട് ഞാൻ എല്ലാം പറഞ്ഞിട്ടുണ്ട്. ശരി, ശരി. ഈ ചെറിയ കേസൊക്കെ അവള് നോക്കിക്കൊള്ളുന്നേ, താൻ ടെൻഷൻ ആവണ്ട. ഓക്കെ സാർ, താങ്ക് യു സാർ, താങ്ക് യു വെരി മച്ച് സാർ. ഓ നാൻസി, നാൻസി, ഇനി ഒരു ലാർജ് ആയിക്കോട്ടെ. Let's go.